കുറേ നേരമായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബിഗ് ബോസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണക്ക് ജിഷിൻ്റെ ഒരു കാര്യം തന്നെയാണ്. ജിഷിൻ്റെ യഥാർത്ഥ ഒരു സ്വഭാവം വെളിയിൽ വന്നത് നമുക്ക് മനസ്സിലാവുന്ന അത് കണ്ടാലേ മനസ്സിലാവുന്നതായി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് കണക്ക് അനീഷ് പറയുന്നുണ്ടായിരുന്നു, പുതുതായിട്ട് വന്ന കണ്ടസ്റ്റൻസ് എല്ലാം ഉണ്ടെങ്കിൽ ഭയങ്കര പേടിത്തൂറികളാണ്, നട്ടിലൊന്നും ഇല്ലെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോഴത്തേക്കുണ്ട് ഇത് കണക്ക് ജിഷും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ചുമ്മാ അതല്ല ഇത് കണക്ക് അനീഷിനെ ഉണ്ടെങ്കിൽ ഭാര്യ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം അതിൻ്റെ ഇടയിൽ ഇത് കണക്ക് പറയുന്നുണ്ട്. സോ ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്, ഇത് നമുക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല എന്തുവാണ് അവരുടെ ജീവിതത്തിൽ നടന്നതെന്ന്, അതോടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാനേ നിൽക്കില്ലെന്ന് ലക്ഷ്മി പറയുന്നുള്ളൂ. അത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെ. ഇപ്പോൾ റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് എന്തുകൊണ്ട് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടുള്ള കഥ പോലും നമുക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേ കണക്ക് ജിഷൻ പറയുന്നത് എങ്ങനെ കറക്റ്റാകും? ജിഷനും അങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥ എന്നാൽ കടന്ന് പോയിക്കൊണ്ടേ ഇരുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതേ കണക്ക് അനീഷിനെ പറ്റി എങ്ങനെ പറയാൻ സാധിക്കുന്നത് ലക്ഷ്മി ചോദിച്ചത് കറക്റ്റായിട്ടുള്ളൊരു സംഭവം തന്നെ. ഉടനെ ഉണ്ടെങ്കിൽ അവൻ പിന്നെ ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് കണക്ക് ജിഷൻ ഉണ്ടെങ്കിൽ ലക്ഷ്മിയുടെ മേലിലായിട്ട് ഭയങ്കരമായിട്ട് തുള്ളിക്കയറാൻ വേണ്ടി തുടങ്ങുകയാണ് ചെയ്തത്. ഇതേ കണക്ക് താൻ ഇവിടെ വന്ന സമയത്ത് ലക്ഷ്മി ഉണ്ടെങ്കിൽ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തുമായിരുന്നു? അപ്പോൾ ഒരു ന്യായം മാത്രം എന്തിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം ചോദിച്ച് ജിഷിനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് റേസ് ആവുന്നത് നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു.